വേദി അധിഷ്ഠിതരായിരുന്ന നമ്മുടെ MIC-യുടെ വർക്കിംഗ് സെക്രട്ടറി ബഹുമാനപ്പെട്ട സയ്യിദുകൾ, സവാദ് ഫൈസ് ഉസ്താദ്, അറക്കൽ ഉസ്താദ്, ഇബ്രാഹിം ഉമർ വടക്ക്, ഇബ്രാഹിം സാഹിബ്, മറ്റുള്ള SIC എല്ലാ നേതാക്കന്മാരും, അൽഹംദുലില്ലാഹ് SIC കർണാടകയുടെ ഒരു ചുവടുവയ്പ്പാണ് നമ്മളിന്ന് തുടങ്ങാൻ പോകുന്നത്. വളരെ കാലത്തിൻ്റെ നമ്മുടെ ആഗ്രഹമാണ് നമ്മുടെ കർണാടകയിലെ കുട്ടികൾക്ക് ഇൽമ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി. അതായത് മദ്രസകളുണ്ട്, പക്ഷേ ഇവിടുത്തെ ഉസ്താദന്മാർ ലാംഗ്വേജിൻ്റെ വിഷയങ്ങളുണ്ട്, കുറേ ആളൊക്കെ കുട്ടികളെ മദ്രസയിലേക്ക് അയക്കാറില്ല. നമ്മളുടെ ലാംഗ്വേജും കേരളത്തിൻ്റെ ലാംഗ്വേജും കുറച്ച് ഡിഫറൻസ് ആയിരുന്നു. കുട്ടികൾക്ക് മനസ്സിലാകുന്നില്ല കാണും. പിന്നെ വിസിറ്റിൽ വരുന്ന കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് മുടക്കം വരുന്നുണ്ട്, മദ്രസ പഠനം മുടക്കം. അതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് നമ്മളൊരു സംരംഭത്തിന് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. വളരെ നമ്മുടെ ഭാഗ്യമെന്നാണ് ഈ കാര്യങ്ങളെ സവാദ് ഫൈസ് ഉസ്താദുകളും മുസ്ലിമുകളൊക്കെ പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട തങ്ങളവരുടെ ഇവിടെ നമുക്ക് വളരെ ആവശ്യമായിട്ടാണ് കിട്ടിയത്. ഇൻഷാ അല്ലാഹ് അത് നമ്മളൊരു സൗഭാഗ്യമായിട്ട് നമ്മൾ കാണുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മളൊരു തുടക്കത്തിന് വളരെ ഒരു ആവേശം പകരുന്ന ഒരു കാര്യമാണ് ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത്. കൂടാതെ നമ്മൾ കഴിഞ്ഞ മാസം SIC കർണാടകയുടെ ഒരു ആസ്ഥാനങ്ങളുണ്ടാക്കി റബിയ ഏരിയയിൽ. അൽഹംദുലില്ലാഹ് അതിനും നിങ്ങളെല്ലാവരും നമ്മളെ സഹകരണം ഒരുപാട് നൽകിയിട്ടുണ്ട്. സമയം ഒരുപാട് വൈകി എന്ന് ഞാൻ കുറേ നേടിക്കൊണ്ട് പോകുന്നില്ല. ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും സഹായ സഹകരണങ്ങൾ പ്രാർത്ഥനകൾ ഇന്നും നമ്മളുണ്ടാവും. പിന്നെ ഇൻഷാ അല്ലാഹ് അടുത്തതായിട്ട് നമ്മുടെ സയ്യിദുകൾ നമ്മുടെ മദ്രസ സംവിധാനത്തിന് തുടക്കം കുറിക്കുകയാണ്. തങ്ങളവരെ ആദരപൂർവ്വം ഞാൻ ക്ഷണിച്ചോളൂ. കർണാടക SIC നടത്തുന്ന തുടക്കം കുറിക്കുന്ന മദ്രസ അതിൻ്റെ ഉദ്ഘാടനമാണ്. സ്വീകരിക്കുമാറാകട്ടെ. കർണാടകയിൽ നിന്ന് വരുന്ന കുറേ കുട്ടികൾക്ക്, നിർമ്മാണ കുട്ടികൾക്ക് ഇവിടെ ദീനി വിജ്ഞാനം ലഭ്യമാക്കി കൊടുക്കാൻ സാധിക്കുമാറാകട്ടെ. അത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന, അതിനേൽപ്പിച്ചിട്ടുള്ള ഉസ്താദുമാർക്ക് നമ്മുടെ സംഘടനയുടെ പ്രവർത്തനങ്ങൾക്ക് വളരെ സജീവമായിട്ട് നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ഇവിടുത്തെ വളരെ നല്ല രീതിയിൽ നടത്തി കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് എല്ലാ പ്രവർത്തനങ്ങളും. ഇവിടെ ഇൻഷാ അല്ലാഹ് ഈ വലിയൊരു സംരംഭം പറഞ്ഞതുപോലെ തന്നെ കുറേ കാലങ്ങൾക്ക് മുമ്പ് 10 കുട്ടികളെ വെച്ച് തുടങ്ങി 300 കുട്ടികളായി. അപ്പം കർണാടക ജില്ലക്കാരുടെ പല ആവശ്യങ്ങൾ, അവരുടെ ലാംഗ്വേജ്, അതുപോലെ തന്നെ സമയങ്ങളൊക്കെ കറക്റ്റാക്കിക്കൊണ്ട് ഇപ്പോൾ പുതിയൊരു മദ്രസയുടെ ഒരു തുടക്കം കുറിക്കുകയാണ്. നമ്മുടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന, പഠിക്കാൻ ഉദ്ദേശിക്കുന്ന എല്ലാ കുട്ടികളും സോനിയായ സന്താനങ്ങൾക്ക് നൽകി കൊടുക്കുമാറാകട്ടെ. ഉസ്താദുമാരെയും മാതാപിതാക്കളെയും സ്നേഹിക്കുവാനും അനുസരിക്കാനൊക്കെയുള്ള മനസ്സിലാവുന്ന ഇരു ലോകത്തും വിജയം നൽകി ഈ പരിപാടിയുടെ ഔപചാരിക ബഹുമാനപ്പെട്ട ദക്ഷിണ ഉസ്താദുകൾ ആശംസ പ്രിയപ്പെട്ട ഉദ്ഘാടനം നിർവഹിച്ച സയ്യിദുകൾ, സയ്യിദന്മാർ, സാദാത്യങ്ങൾ, പ്രിയപ്പെട്ട പണ്ഡിത സുഹൃത്തുക്കൾ, കാരണവന്മാർ, കർണാടക SICക്ക് മദ്രസ ആരംഭിക്കുന്നതിൻ്റെ ഭാഗമായി
നമുക്കിന്ന് വീട് കിട്ടിയ നമ്മുടെ കേരളത്തിയാകുന്ന പ്രിയപ്പെട്ട തങ്ങളവരുടെ സാന്നിധ്യത്തിൽ അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെടുന്ന ഒരു വേദിയിലാണുള്ളത്. നമുക്കറിയാം, നേരത്തെ ആശംസാ പ്രഭാഷണത്തിൽ സവാദ് ഫൈസ്ത സൂചിപ്പിച്ചതുപോലെ 300ഓളം കുട്ടികൾ പഠിക്കുന്ന വിശാലമായ ഒരു സംവിധാനമാണ് ഈ മദ്രസ ഹാൾ എന്നുള്ളത്. 10 പേരിൽ നിന്ന് തുടങ്ങി ഇന്ന് 300ഓളം കുട്ടികളും 10ാം തരം വരെയുള്ള ഡിവിഷനുകളും 10ലധികം അധ്യാപകരുമുള്ള ഒരു വ്യവസ്ഥാപിതമായ സംവിധാനമായി ഇത് മാറിയിട്ടുണ്ട്. തുടക്കം ഗംഭീരമാകുന്നതോടുകൂടെ തന്നെ നമ്മുടെ സംവിധാനങ്ങളൊക്കെ വലിയ ഉയർച്ചയിലേക്ക് വലുതായി വരുമെന്ന വലിയ പ്രതീക്ഷ നമുക്കുണ്ടാവണം. അന്ന് സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ ആണ് അതേ കാർമ്മികത്വം അല്ലെങ്കിൽ ഉദ്ഘാടനം നിർവഹിച്ചതെങ്കിലാണ് ബഹുമാന്യരായ സയ്യിദ് മൊയ്ൻ അലി ശിഹാബ് തങ്ങളാണ് നമ്മുടെ സംവിധാനങ്ങളൊക്കെ അല്ലാഹു ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക് പെരുമാറാവട്ടെ. പരിശുദ്ധ ദീനിൻ്റെ സാധ്യതകളായി ദീനിൻ്റെ ഖിദ്മത്തുമായി ബന്ധപ്പെട്ട് സമസ്തയുടെ പ്രവർത്തകരും ആയി നിലകൊണ്ട് അവസാന സമയം വരെ അള്ളാഹുവിൻ്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അള്ളാഹുവിനെയും പൊരുത്തത്തിലായി ജീവിച്ചു മരിക്കാൻ നമുക്കും നമ്മോട് ബന്ധപ്പെട്ടവർക്കും ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവർക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മഹത്തായ മദ്രസ സംവിധാനത്തിന് കർണാടക SICയുടെ കീഴിൽ ആരംഭിക്കുന്ന ഈ സംവിധാനത്തിന് എല്ലാവിധ ആശംസകളും ഹൃദയപൂർവ്വം നേർന്നുകൊണ്ടും ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരു ചരിത്ര നിമിഷത്തിനു കൂടി നമ്മുടെ SIC ദമ്മാം സെൻട്രൽ കമ്മിറ്റി സാക്ഷ്യം വഹിക്കുന്നു. ഇക്കഴിഞ്ഞ SIC നാഷണൽ കമ്മിറ്റിയുടെ മദീന മീറ്റിംഗ് ഒരു പ്രധാന അജണ്ടയായി സംസാരിച്ചത് കേരളേതര വിദ്യാർത്ഥികൾക്കുള്ള മദ്രസ സംവിധാനത്തെക്കുറിച്ചാണ്. ഉറുദു മദ്രസകളും അതുപോലെ തന്നെ ഇതര ഭാഷകളിലുള്ള മദ്രസകളും ഉണ്ടാക്കണമെന്ന് മദീന മുനവ്വറയിൽ വെച്ചൊരു മെസ്സേജ് കൊടുത്തപ്പോൾ അതിൻ്റെ ആദ്യ ദൗത്യം ഉദ്ഘാടനം നിർവഹിക്കുവാൻ ദമ്മാം സെൻട്രൽ കമ്മിറ്റിക്ക്, ദമ്മാം SICക്ക് അവസരമുണ്ടായി എന്നതിൽ ഏറെ അഭിമാനിക്കുന്നു. കർണാടക SIC എന്നതൊരു സാധാരണ SIC അല്ല. കാരണം SIC എന്ന മഹത്തായ സംഘടന മദീന മുനവ്വറയിൽ വെച്ച് ഷെയ്ഖുൽ ജാമിഅയുടെ പവിത്രമായ അധരങ്ങളാൽ ഉദ്ധരിക്കപ്പെട്ടപ്പോൾ ആദ്യമായി വന്നത് കർണാടകയിലെ വിഭാഗത്തെ നാം എങ്ങനെ ഉൾക്കൊള്ളിക്കുമെന്ന ചർച്ചയാണ്. അങ്ങനെ അതിനുശേഷം നടന്ന 3ാം യോഗത്തിൽ SIC കർണാടക എന്ന ഈ ഒരു സംവിധാനം SICയുടെ പോഷക ഘടകമായി അംഗീകരിക്കണമെന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുശാവറയിലേക്ക് കത്തെഴുതുകയും അതോടനുബന്ധിച്ച് ഇവിടെ ജുബൈലിലും ദമ്മാമിലും റിയാദിലും ജദ്ദയിലും എന്ന് വേണ്ട വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന കർണാടകയിലെ നിങ്ങളെപ്പോലെ സജീവമായി പ്രവർത്തിക്കുന്ന അഹ്ലുസുന്ന വൽ ജമാഅയെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുശാവറയുടെ പവിത്രമായ അംഗീകാരത്തോടുകൂടെ അതിൻ്റെ ഒരു ശാഖയായി പ്രവർത്തിക്കാൻ അനുവദിക്കണമെന്ന തീരുമാനം മുശാവറയാണ് എടുത്തത്. ഏതായാലും ആ അനുഗ്രഹീതമായ അതരങ്ങളാൽ തുടക്കം കുറിക്കപ്പെട്ട ഈ മഹത്തായ പരിപാടി ഇന്നിതാ ഇവിടെ ഒരു ചരിത്ര സംഭവത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട കർണാടക, ഞാൻ നിങ്ങൾക്ക് ഈ ഭാഷ മനസ്സിലാകുന്നുണ്ടോ? മലയാളം അല്ലേ? मुझे मालूम नहीं आपको किसे जुबान से किस जुबान से बातें करूं. मुझे मालूम है एक बात है, आप लोग इस समस्ता के बारे में अगर हम सोचते हो तो मंगलापुरम और इसी एरिया में जो सुन्नी लोग हैं उन सब लोग के इज्जत समस्ता है. अभी हम बेंगलुरु का जलसा में बेंगलुरु का समस्ता के बड़ा कॉन्फ्रेंस में हम देखा, माशाअल्लाह. अभी ये बैनर है, ये बैनर में क्या लिखा हुआ है मुझे पढ़ने नहीं आता है, लेकिन एक बात है, वो कन्नड़ा में आप लोगों को अनाउंसमेंट, जब सैयदुल उलमा को माइक के सामने आप लोग दावत दिया, उसी तरह इंशाअल्लाह क्या क्या अल्फाज है, क्या क्या कलिमात है, ये सब आप लोगों का इज्जत है. क्यों? इंशाअल्लाह
ഇത് ഒരു ചരിത്രത്തിന്റെ വിപ്ലവമാണ്. ഇതൊരു ചരിത്രത്തിന്റെ തുടക്കമാണ്. യെസ്, മസ്ജിദ് ബനാദി ശബ്ബർ വ ഈമാൻ കെ ഹറാറത്ത് വാലോൻ ने मस्जिद तो बना दी शब्बर में ईमान के हरारत वालों ने मन अपना पुराना पापी से वर्षों में नमाजी बन न सका. ये मदरसा एक सादा एक संविधान नहीं है. इसमें तो ये इंतजाम है, ये एक निजाम है. इंशाअल्लाह इसमें इंशाअल्लाह इस्लाम के लिए कैसा तौहीद के लिए हमको दावत कर सकेगा और काम कर सकेगा. जैसा तौहीद की अमानत सीनों में है हमारा, तौहीद की अमानत सीनों में है हमारा. आसान नहीं मिटाना नामो निशान हमारा. अगर हम अल्लाह के बारे में पढ़ते हो तो, अगर हम अल्लाह के बारे में, इस्लाम के बारे में, मोहम्मद रसूल सल्लल्लाहु अलैहि वसल्लम के बारे में, हुजूर अक़दस सल्लल्लाहु अलैहि वसल्लम के बारे में पढ़ते हो तो किसी को नहीं सकेगा, आसान नहीं सकेगा. हमारा निशानी, हमारा अलामत वो तो मिटाने के लिए, वो न होने के लिए वो किसी को नहीं सकेगा. ये तो हमको यकीन है. इसीलिए यकीन महकम अमल पैगम महब्बत फातिह आलम जिहाद जिंदगानी में ये मर्दों की शमशीरें. आप लोगों से ये दरख्वास्त है, समस्त केरला जमइयतुल उलमा, ये तो सिर्फ केरला के लिए नहीं है. इंशाअल्लाह जैसा हम बोल रहे हैं, इंशाअल्लाह वो महदी इमाम के हाथ में उसका अलामा, उसका निशानी हम देगा. उसी तरह इंशाअल्लाह आप लोग सब इसके लिए आप कोशिश कीजिए. നമ്മളെല്ലാവരും ഇതിനു വേണ്ടി പ്രവർത്തിക്കുക. സർവശക്തനും ജഗനിയന്താവുമായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഖുദാ തൗഫീഖ് അതാ ഫർമാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അബ്ദുറഹ്മാൻ ഫാജ് നമ്മുടെ DKSCന്റെ സ്ഥാപക നേതാവ് കൂടിയാണ്. അൽഹംദുലില്ലാ. അല്ലാഹുവിന്റെ അപാര അനുഗ്രഹം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ ഇവിടെ എത്തിച്ചേർത്തി. അൽഹംദുലില്ലാ. എല്ലാവർക്കും ഇവിടെ ആനന്ദം എത്തിച്ചേർത്തി അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് എത്തിച്ചേർന്നതാണ്. ഇതൊരു മഹത്തായ ഒരു സംഗമമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംഗമത്തിനെ സ്വീകരിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ജന്നാത്തുൽ നഈം, ജന്നാത്തുൽ ഫിർദൗസ്, സ്വർഗ്ഗത്തിലെ എല്ലാ വാതിലുകളും തുറന്നു തരട്ടെ. ആമീൻ ആമീൻ എന്നുള്ള ദുആ കൊണ്ട് ഞാൻ ആരംഭിക്കുന്നു. അൽഹംദുലില്ലാ. ഞാൻ ഇവിടെ വന്നിട്ട് 43 വർഷമായി. ഇൻഷാ അല്ലാഹ് കഴിഞ്ഞ മാസം ഞാൻ കമ്പനിക്ക് റിസൈൻ ചെയ്തു. എന്നിട്ട് ഈ മാസം തിരിച്ചു പോകാനായിരുന്നു. ഏതോ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് നിന്നു. ആ നിന്നതിൽ കമ്പനി എനിക്ക് ഉംറയുടെ ട്രിപ്പ് തന്നു. ഇൻഷാ അല്ലാഹ് റമദാൻ കഴിഞ്ഞിട്ട് ഞാൻ നാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ അവസരത്തിൽ അൽഹംദുലില്ലാ ഇങ്ങനത്തെ ഒരു പരിപാടി എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതന്നെ ഒരു വലിയ ഭാഗ്യം. അൽഹംദുലില്ലാ. പിന്നെ ഇപ്പം എനിക്ക് ഒരു എൻ്റെ മനസ്സിലേക്ക് തറച്ചുപോയി. എന്താ പറഞ്ഞാൽ, ഞാൻ വന്നപ്പോൾ എൻ്റെ കുട്ടികളുണ്ടായിരുന്നു, 2 കുട്ടികളുണ്ടായിരുന്നു. പക്ഷെ പഠിപ്പിക്കാൻ വളരെ കഷ്ടമായിരുന്നു. അതേപോലെ PICCയുടെ ഒരു ഉസ്താദുണ്ടായിരുന്നു. അയാൾ കുറച്ച് ദിവസം പഠിപ്പിച്ച് പിന്നെ നമുക്ക് പഠിപ്പിക്കാൻ വീട്ടിൽ പഠിപ്പിക്കും. ഖാദീനെല്ലാവരും അറിയാം. അയാൾ വീട്ടിലാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് വീട് മാറി
വീട് മാറിയതിനു ശേഷം പിന്നെ നമുക്ക് മദ്രസ ഇല്ലാണ്ടായി. അപ്പോൾ മദ്രസയുടെ ഒരു പരിപാടി ഇല്ലാണ്ടായി. എങ്ങനെയോ ഉസ്താദ്മാർ എവിടെ നിന്നും വിളിച്ച് പഠിപ്പിച്ചു. അൽഹംദുലില്ലാ അവർക്കൊരു രീതിയിലല്ല. ഒരു ഉസ്താദ് മാറുമ്പോൾ പിന്നെ ഒരു ഉസ്താദ് പിന്നെയും മാറുമ്പോൾ അവരെ വ്യത്യാസമാകും. അതേ നേരത്ത് പിന്നെ ഇത് തങ്ങൾ പറഞ്ഞതുപോലെ ഉസ്താദ് പറഞ്ഞതുപോലെ നമ്മളെ മക്കൾക്ക് മലയാളം പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം അവർ വീട്ടിൽ സംസാരിക്കുന്നത് നമ്മളെ സ്പെഷ്യലായിട്ട് പുത്തൂരിൽ നമ്മൾ സംസാരിക്കുന്നത് മലയാളം തന്നെ. അപ്പോൾ കുട്ടികൾ നമ്മളോട് ചോദിക്കും, ബാപ്പ ആ ഉസ്താദ് ഇന്ന് പറഞ്ഞത് എന്താണെന്ന്. പിന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കണം ഇത് എന്ത് പറഞ്ഞെന്ന്. അപ്പോൾ അൽഹംദുലില്ലാ ഇന്നിപ്പോൾ ഈ പദ്ധതി കുറിക്കുന്നത് പുതിയ തലമുറയ്ക്ക് ഭയങ്കര വലിയൊരു ഭാഗ്യമാണ്. അൽഹംദുലില്ലാ. പിന്നെ അതേപോലെ ഇൻഷാ അല്ലാഹ് എൻ്റെ മകൻ്റെ മകൻ, എൻ്റെ പേരക്കുട്ടി ഇൻഷാ അല്ലാഹ് അവനിപ്പോൾ 6 വയസ്സ്, സ്കൂളിൽ ചേരാൻ വരും ഇൻഷാ അല്ലാഹ്. അപ്പോൾ വന്ന് ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനും തൗഫീഖ് ചെയ്ത് കൊടുക്കട്ടെ. ഈ മദ്രസക്ക് ആ കുട്ടീനെ ചേർക്കാൻ ഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തിച്ചു തരട്ടെ. അതേപോലെ ഞാൻ അൽഹംദുലില്ലാ ഈ ഉദ്ഘാടന ചടങ്ങിന് ഞാൻ നല്ലോണം ആശംസ നേരുന്നു. അൽഹംദുലില്ലാ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മദ്രസനെ ഉയരത്തിലേക്ക് എത്തിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ അതായത് എനിക്കിവിടെ ഈ വരാനുള്ളതും പിന്നെ എന്നെ ഈ സ്റ്റേജിലേക്ക് ക്ഷണിച്ചതായ അബ്ദുൾ റസാഖ് വണ്ടക്കോൽ, ഇയാൾക്ക് നന്ദി അർപ്പിക്കുന്നു. അതുപോലെ എല്ലാവർക്കും നിങ്ങൾക്ക് ഈ മദ്രസൻ്റെ ഭാരവാഹികൾക്ക് ഞാൻ നന്ദി അർപ്പിക്കുന്നു. അൽഹംദുലില്ലാ. അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെല്ലാവരെയും ഖൈറിലും ബർക്കത്തിലും ആഫിയത്തിലും ഇസ്സത്തിലും റാഹത്തിലും സന്തോഷത്തിലും ദീർഘായുസ്സിലും ആകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മളെ ജീവിതം വരെ ഇതിനെ നയിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എത്തിച്ചേരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട സയ്യിദന്മാർ, ബഹുമാനികളായ SACയുടെയും കർണാടക സുന്നി സെന്ററിലേക്ക് പ്രവർത്തകരെ, തർബീയത്തുൽ ഇസ്ലാം മദ്രസയുടെ കർണാടക സെക്ഷൻ തുടങ്ങുന്നതിൽ വളരെ സന്തോഷവും അതിലേറെ ചാരിതാർത്ഥ്യവുമുണ്ട്. നമ്മളെ മദ്രസയിൽ പലപ്പോഴായി കർണാടക കുട്ടികൾ വരുമ്പോൾ സത്യത്തിൽ അവരുടെ ഭാഷ നമുക്കും അറിയില്ല, നമ്മുടെ ഭാഷ അവർക്കും അറിയാത്ത ആ ഒരു കണ്ടീഷനിൽ പലപ്പോഴും പ്രയാസപ്പെടാറുണ്ട്. ഞാൻ ഈ കുട്ടികളെ ചേർക്കാൻ വരുമ്പോൾ എന്നോട് അന്വേഷിക്കുന്ന സമയത്ത് തന്നെ കുട്ടികളോട് ചോദിക്കും, രക്ഷിതാക്കന്മാരോട് ചോദിക്കും, കുട്ടികൾക്ക് മലയാളം അറിയാമോ? അപ്പോൾ ബാപ്പമാർ നന്നായി മലയാളം സംസാരിക്കുന്നുണ്ടാവും, പക്ഷെ കുട്ടികൾക്ക് അല്പം പോലും നമ്മുടെ ഭാഷ പരിചയം ഉണ്ടാവില്ല. അപ്പോൾ പലപ്പോഴായി പ്രയാസപ്പെടാറുണ്ട്. എങ്കിലും നമ്മുടെ മദ്രസയിൽ എഡ്യൂക്കേറ്റഡായ കുറേ ഉസ്താദുമാരുള്ളത് കൊണ്ട് ഇംഗ്ലീഷിലൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ആ കുട്ടികൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കും. ഏതായാലും അൽഹംദുലില്ലാ ഇങ്ങനെ മദ്രസ തുടങ്ങാനുള്ള പദ്ധതി ഉണ്ടായപ്പോൾ സിനാനുദ്ദീനോട് ഞാൻ പറഞ്ഞത് ഒരു 5-8 കുട്ടികളോളം ഞാൻ ഇതൊക്കെ തരാം. നമ്മളെ മദ്രസയിൽ പഠിക്കുന്ന കുറച്ച് കുട്ടികൾ കർണാടക കുട്ടികളുണ്ട്, അവർക്ക് നിങ്ങളെ മദ്രസയിലേക്ക് വരുമ്പോൾ കൂടുതൽ മനസ്സിലാവുകയും കൂടുതൽ ഇൽമ കിട്ടുകയും ചെയ്യും. കാരണം ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരുപക്ഷെ നമ്മളെ ഭാഷ കംപ്ലീറ്റ് മലയാളമാണ്, വായിക്കുന്നതും അറബി മലയാളമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പ്രയാസപ്പെടുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. തീർച്ചയായിട്ടും ഈ മദ്രസന് എല്ലാവിധ മംഗളങ്ങളും നേരുകയാണ്. അതോടൊപ്പം തന്നെ ഈ മദ്രസ ഉണ്ടാകുന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുകയും ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക് നയിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വാഹുദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനായ
മാഷാ അല്ലാഹ് വലിയ സന്തോഷം പകരുന്ന നിമിഷങ്ങളിലാണ് നാം ഒരുമിച്ച് കൂടിയത്. ഇന്നലകളിൽ നമ്മുടെ കേരളീയ മക്കൾക്ക് മദ്രസ സംവിധാനം ഒരുക്കിയതുപോലെ കർണാടകയിലെ ആളുകൾക്ക് അവരുടെ ഭാഷയിൽ തന്നെ കമ്മ്യൂണിക്കേഷൻ ചെയ്തുകൊണ്ടുള്ള ഒരു സംവിധാനം ഇവിടെ ഒരുങ്ങി വരികയാണ്. അൽഹംദുലില്ലാഹ് സമസ്തയും സംവിധാനങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കിയതുപോലെ കർണാടകയൊക്കെ ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നന്നായി ഫോക്കസ് ചെയ്ത് സമസ്ത സംവിധാനങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി ഓരോ പ്രോഗ്രാമുകളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത് SKSFന്റെ സർഗലയം കർണാടക സ്റ്റേറ്റ് സെപ്പറേറ്റ് സർഗലയം നടത്തി. ജമിയത്തുൽ മുഅല്ലിമീൻ ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ കർണാടക സ്റ്റേറ്റിന്റെ മുസാബക മത്സരം നടത്തി. അതൊക്കെ ആദ്യമായിട്ടാണ് ചരിത്രത്തിൽ. 4-5 ജില്ലകൾ കൂടി ഒരു റേഞ്ച് ആയിരുന്ന ഇടങ്ങളിൽ 10 ജില്ലകൾ തമ്മിലുള്ള മത്സരങ്ങളൊക്കെ പങ്കെടുക്കാൻ മഹലിൽ തന്നെയായിരുന്നു. അതിന്റെ ജനറൽ കൺവീനറായിട്ട് വർക്ക് ചെയ്യാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. ഏതായാലും മാഷാ അല്ലാഹ് കാസർഗോഡിനടുത്തുള്ള പ്രദേശമായതുകൊണ്ട് കർണാടകത്തിന്റെ ചാർജിക്കുകയായിരുന്നു. ഏതായാലും സമസ്തയുടെ ബാംഗ്ലൂർ സമ്മേളനങ്ങളും ഇതൊക്കെ അൽഹംദുലില്ലാഹ് നമുക്ക് കർണാടകയിലെ പുതിയൊരു ഊർജം പകർന്ന് സമസ്തയുടെ വേരോട്ടങ്ങൾക്ക് ശക്തി പകരാണ്. അൽഹംദുലില്ലാഹ് ഇന്ന് 6 കുട്ടികളാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നേരത്തെ സവാബ് ഉസ്താദ് പറഞ്ഞ പോലെ വളരെ വലിയ പ്രതീക്ഷയോടുകൂടി വരും വർഷങ്ങളിൽ നമുക്കിത് 60-600 മക്കൾക്കുള്ള വേദി ഒരുക്കിക്കൊണ്ട് ഈ ഒരു മുന്നേറ്റം, ഈ ഒരു ചൈത്ര യാത്ര സാധാരണഗതിയിൽ സംഘടനകൾക്ക് ഉണ്ടാക്കി ഒരു നൂറ്റാണ്ട് കഴിയുമ്പോൾ കേരളത്തിന്റെ ചരിത്രമൊക്കെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. കൂടുകയും മലയാളികളുടെ ഇടങ്ങളിൽ കൂടുകയും വികസിക്കുകയും പിന്നീട് പിളരുകയും ചെയ്തുകൊണ്ട് തകരുന്ന സംവിധാനങ്ങൾ ഒരു നൂറ്റാണ്ട് കഴിയുമ്പോൾ സാധാരണഗതിയിൽ അങ്ങനെയാണ് കാണാറ്. പക്ഷേ സമസ്തയുടെ സംവിധാനങ്ങൾ അൽഹംദുലില്ലാഹ് 100 വർഷം പൂർത്തിയാകുമ്പോൾ ഒരുപാട് വലിയ മുന്നേറ്റങ്ങൾ നടത്തിക്കൊണ്ട് ഇന്ന് അൽഹംദുലില്ലാഹ് 19 രാജ്യത്തിലെ മക്കള് സമസ്ത കേരള ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 19 രാജ്യത്തെ മക്കള് ഓൺലൈൻ സംവിധാനത്തിലൂടെ മദ്രസ സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാം, ഇവിടെ എത്തിപ്പെടാത്ത ഒരുപാട് ആളുകൾ ഉണ്ടാവും. ഇവിടെ എത്തിപ്പെടാത്ത നിങ്ങളുടെ ഒരുപാട് സുഹൃത്തുക്കൾ ഈ സൗദി അറേബ്യയുടെ വിവിധ ഇടങ്ങളിൽ ഉണ്ടാവും. അവർക്കൊക്കെ സമസ്ത വിദ്യാഭ്യാസ ബോർഡിന്റെ ഈ മദ്രസ സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്താവുന്നതാണ്. അങ്ങനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മദ്രസ പഠനം ലഭ്യമാവാത്ത ഒരു മക്കളും നമ്മുടെ പ്രദേശത്ത് ഉണ്ടാവാൻ പാടില്ല. ഇന്ന് അൽഹംദുലില്ലാഹ് വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ 19 രാജ്യത്തെ മക്കൾക്ക് ഈ വിദ്യാഭ്യാസം നൽകി വരികയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംവിധാനത്തിന്റെ ഭാഗമായി ഖാദിമീങ്ങളായി മരണം വരെ നമുക്ക് സേവനം ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വിരാമം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കുറച്ച് കുട്ടികൾ കൂടി വരുന്നുണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ നിൽക്കിയത്. പക്ഷേ ആ കുട്ടികൾ എത്താൻ ഇനിയും കുറേ സമയമെടുക്കും എന്നതുകൊണ്ട് നമ്മുടെ ഇവിടെ എത്തിയിരിക്കുന്ന കുട്ടികൾ കുറച്ച് ദൂരെയാണ്. إياك نعبد وإياك نستعين اهدنا الصراط المستقيم
صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. أعوذ برب الناس ملك الناس إله الناس من شر الوسواس الناس الذي يوسوس في صدور الناس من الجنة والناس. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين المجيد. اللهم إني أسألك فضلك اللطيف بحكم جميع الأنبياء والشهداء وشهد الخير كله مسلمين تختار لنا كل خير كل خير خير اللهم لكم جزاء الدعاء ربنا آتنا في الدنيا عذاب النار الرحيم آمين آمين آمين. അസരി ഉസ്താദിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله الفائزين بجنة الله أما بعد. ഏറ്റവും സ്നേഹവും ആദരവും നിറഞ്ഞ നമ്മുടെ വളരെ ആവേശകരമായ വളരെ സന്തോഷകരമായ കുറെ കാലം മുതൽ നാം കാത്തിരുന്നതായ നമ്മുടെ മക്കളുടെ പ്രത്യേകിച്ച് ദമാം വർഗത്തിലുള്ളതായ ഒരു മദ്രസ പഠനത്തിൻ്റെ മദ്രസ കാര്യത്തിൻ്റെ ഒരു തുടക്കമുണ്ടാകണമെന്ന് കുറെ കാലമായി നാം ഒക്കെ വിചാരിച്ചു കൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാ നമ്മുടെ SIC എന്നുള്ളതായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആ ഒരു വ്യവസ്ഥയിൽ നമുക്കിന്ന് അതുണ്ടാക്കാൻ വേണ്ടി സാധിച്ചു. പ്രത്യേകിച്ചിട്ട് ദമാമിനെ സംബന്ധിച്ചിട്ട് നമ്മുടെ നാട്ടിലൊക്കെ പലരും പറയാറുണ്ടായിരുന്നു, പ്രവാസികൾ, നമുക്ക് സമസ്തയുടെ ഏതെങ്കിലും ഒരു മേഖല എത്രത്തോളം അവർ വേദനിക്കുമായിരുന്നു പറഞ്ഞാൽ ഏതെങ്കിലും സമസ്തയുടെ ഏതെങ്കിലും ഒരു വാട്സപ്പ് ഗ്രൂപ്പിലെങ്കിലും ഞങ്ങൾ ചേർക്കുക എന്ന് പറയുന്ന ഒരു സ്ഥിതി കുറച്ച് കാലം മുമ്പ് ഉണ്ടായിരുന്നു. അൽഹംദുലില്ലാ ദമാം SIC സെൻട്രൽ കമ്മിറ്റി കേരളക്കാരുടെ ആ ഒരു സപ്പോർട്ടും പിന്തുണയും അൽഹംദുലില്ലാ നമുക്കിന്ന് ഇങ്ങനെയുള്ള ഒരു കാര്യം തുടക്കം കുറിക്കാൻ കഴിഞ്ഞതിൽ SIC സെൻട്രൽ കമ്മിറ്റിയെ എത്ര അഭിനന്ദിച്ചാലും നമുക്ക് തീരാനുള്ളതല്ല. അതോടുകൂടി എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്ക് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു തുടക്കം നമുക്കൊരു മാർഗദർശകരായി നമ്മുടെ ഈ കേരളത്തെ സെൻട്രൽ കമ്മിറ്റി SIC ഉണ്ടാകുന്നത് വരെ നമുക്കൊരിക്കലും അതിൻ്റെ പ്രവർത്തന മേഖലകളിൽ ഒരിക്കലും പിന്നോക്കം ഉണ്ടാവില്ല എന്ന് നമുക്ക് ഉറപ്പാണ്. കാരണം അൽഹംദുലില്ലാ ഒരു 300ഓളം വരുന്ന മദ്രസകൾക്ക് നേതൃത്വം നൽകുന്ന ഈ ഒരു SICയുടെ കേരള സെൻട്രൽ കമ്മിറ്റിയുടെ ആ ഒരു മാർഗദർശനം ഞങ്ങൾക്ക് ഉണ്ടാവുകയെങ്കിൽ ഇൻഷാ അല്ലാഹ് കർണാടകയുടെ ഈ ഒരു തുടക്കം കുറിക്കുന്നതായ മദ്രസ വളരെ ഉന്നതിയിലായിരിക്കും. അൽഹംദുലില്ലാ അതോടുകൂടി ഏറ്റവും വലിയ ഭാഗ്യം നമ്മുടെ പ്രവർത്തകന്മാരും അങ്ങനെ തന്നെയാണ്. അൽഹംദുലില്ലാ റസാഖ് സാഹിബ് പണ്ടക്കോട് ഏതൊരു സ്ഥാപനത്തിനും ഏതൊരു കാര്യത്തിനും വേണ്ടിയിട്ട് നല്ല ആത്മാർത്ഥതയോടുകൂടി മുന്നിൽ വന്ന്, ഞാനിപ്പോൾ ഒരു ഉംറവിസയിലാണ് ഒരു അമീർ തങ്ങൾ നേതൃത്വം വഹിക്കുന്നതായ ഒരു സ്ഥാപനയുടെ നമുക്കൊരു മാർഗദർശകനായി മുന്നിൽ വന്നത് നമ്മുടെ റസാഖ് സാഹിബാണ്. അത് ഏത് സ്ഥാപന കർണാടകത്തിലുള്ള ഏത് സ്ഥാപനയാണെങ്കിലും സമസ്തയോടുള്ളതായ ആ ഒരു സ്നേഹം കൊണ്ട് എന്തിനും മുന്നോട്ട് വന്ന് സഹായിക്കാൻ ഒരു കെൽപ്പുള്ളതായിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് റസാഖ് സാഹിബ്. അൽഹംദുലില്ലാ കുറെ കാലമായിട്ട് ഈ ഒരു പദ്ധതിക്ക് വേണ്ടിയിട്ട് തുടക്കം കുറിക്കാൻ വേണ്ടി വിചാരിക്കുകയാണെങ്കിലും അൽഹംദുലില്ലാ റസാഖ് സാഹിബ് അതേപോലെ തന്നെ നമ്മുടെ മേനള ഷരീഫ് അതേപോലെ തന്നെ സമസ്തയുടെ വലിയ കുറെ വ്യക്തിത്വങ്ങൾ എന്തിനും എങ്ങനെയും സഹായിക്കാൻ വേണ്ടി പണം കൊണ്ടും അതേപോലെ തന്നെ ശരീരം കൊണ്ടും ഏത് നിലക്കും
ആത്മാർത്ഥമായി പ്രവർത്തിക്കാനും സഹകരിക്കാനും സഹായിക്കാനും വേണ്ടി സന്നദ്ധമായിരിക്കുന്ന നേതാക്കളുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ നാട്ടിന്റെ ആചാരവറുകൾ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ മക്കൾക്ക് ഒരു കാലം മുമ്പ് പഠിപ്പിക്കാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അൽഹംദുലില്ലാഹ് ഇന്നത്തെ പ്രത്യേകിച്ചിട്ട് നമ്മുടെ ഈ ചുറ്റുഭാഗത്തുള്ള അതേപോലെ തന്നെ ഈ പ്രവാസ ലോകത്തുള്ളതായിരിക്കുന്ന ഈ ദമ്മാമിലുള്ളതായിരിക്കുന്ന ഏതെങ്കിലും കുട്ടികളുണ്ടെങ്കിൽ ഈ കാണുന്ന